എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്ന റെനോൾട്ടിന്റെ ഡ്രൈവറിന്റെ വിശേഷങ്ങളാണ്. നമുക്കറിയാം, ഫേസ് ലിഫ്റ്റ് വന്നതോടുകൂടി നല്ല അടിപൊളി ലുക്കിലാണ് ഈ വാഹനം വന്നിരിക്കുന്നത്. പിന്നെ എടുത്തു ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം നമുക്കറിയാം, ജി എസ് ടിയുടെ പ്രൈസിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഡ്രൈവറിലും വന്നിട്ടുണ്ട്. അപ്പോൾ ജി എസ് ടിയുടെ പ്രൈസിൽ എത്രയാണ് വ്യത്യാസം വന്നിരിക്കുന്നത്, എത്രയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്, അതുപോലെ ഈ പുതിയ വാഹനത്തിന് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തൊടുപുഴയുള്ള റെനോൾട്ടിന്റെ ഷോറൂമിലാണ്. അപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നത് ഷാംബ്രോയാണ്. ബ്രോ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നല്ല രീതിയിൽ മൂവ്മെന്റ് ഉള്ള വാഹനമാണ് ശരിക്കും റെനോൾട്ട് ഡ്രൈവർ എന്ന് പറഞ്ഞ വാഹനം അല്ലേ. ഏറ്റവും എടുത്തു പറയുന്നത് ഒരു ബജറ്റ് ഫ്രണ്ട്ലി വരുന്ന ഒരു 7 സീറ്റർ അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ബ്രോ, എനിക്ക് അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാമോ? നമ്മുടെ റെനോ ഇന്ത്യയുടെ പുതിയൊരു വാഹനമാണ്. റീതിങ്ക് സ്പേസ് എന്നുള്ളൊരു കൺസെപ്റ്റോട് ടാഗ്ലൈനോട് കൂടി ഇന്ത്യയിൽ 2 മാസത്തിന് മുമ്പ് ലോഞ്ച് ചെയ്തൊരു വെഹിക്കിളാണ്. ഇന്ത്യയിൽ ഏറ്റവും ഫാസ്റ്റ് മൂവിങ്ങിൻ്റെ ആയിട്ടുള്ള 7 സീറ്റിൽ അഫോർഡബിൾ പ്രൈസിൽ വരുന്നൊരു വെഹിക്കിളാണ്. നമ്മുടെ ഏറ്റവും സക്സസ് ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ് നമ്മുടെ റെനോ ട്രൈബർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ പുതിയ വണ്ടിയിലേക്ക് അറൗണ്ട് 35 ഫീച്ചേഴ്സ് ആഡ് ഓൺ ചെയ്തിട്ടാണ് നമുക്ക് പുതിയ വണ്ടി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് 4 വേരിയൻസിലാണ് ഇപ്പോൾ നമുക്ക് ഈ വെഹിക്കിൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ 6 കളേഴ്സിലും നമുക്ക് ഈ വണ്ടി അവൈലബിൾ ആണ്. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ കളറാണ് ഇതിൻ്റെ ഏറ്റവും പുതിയ കളർ. തന്നെ ആംബർ ടെറാക്കോട്ട എന്ന് പറഞ്ഞൊരു കളറാണ് വന്നേക്കുന്നത്. ഏറ്റവും ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഒരു കളേഴ്സ്, നല്ല എടുപ്പുള്ള ഒരു കളറാണ്. നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്ന ഒരു കളറാണ് വന്നേക്കുന്നത്. ഈ കളർ നമുക്ക് ബേസ് മോഡൽ വരുന്നുണ്ടോ? ഇല്ല, അവൈലബിൾ അല്ല വരുന്നത്. നമുക്ക് ബേസ് മോഡൽ കളേഴ്സിൽ ഇത് ടോപ്പ് ആൻഡ് വേരിയൻസിലൊക്കെ വരുന്ന കളേഴ്സ്. ഇത് ഡുവൽ ടോണിൽ വരുന്നുണ്ടോ? സിംഗിൾ ടോണും വരുന്നുണ്ട്, ഡ്യുവൽ ടോണും ആയിട്ടും വരുന്നുണ്ട്. ബേസ് മോഡലിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസ് മോഡലിലേക്ക് വന്നാൽ നമുക്ക് ഫ്രണ്ടിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ 1-2 വ്യത്യാസങ്ങൾ ചെറിയതായിട്ടുണ്ട്. ഈ ഫോഗ് ലാംപ്സും ഈ ഫ്രണ്ട് പാർക്കിംഗ് സെൻസറും ഉണ്ടാവില്ല. ബാക്കി നമുക്ക് നോക്കുമ്പോൾ എല്ലാ ഫീച്ചേഴ്സും ഒക്കെ സെയിം ആയിട്ട് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ 2 ട്രാൻസ്മിഷനും അവൈലബിൾ ആണ്. ഒരു മാനുവലും ഗിയർ ബോക്സും ഒരു ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഗിയർ ബോക്സ് ഇതിന്റെ വേറൊരു സെഗ്മെന്റിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ മൈലേജും കൂടെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് നമുക്ക് ഇതിൽ കൊടുത്തേക്കുന്നത്. ഒരു 1 ലിറ്റർ എഞ്ചിനാണ് വന്നേക്കുന്നത്. 1 ലിറ്റർ എഞ്ചിൻ 72 PS പവറിൽ 96 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് വരുന്നത്. പക്ഷെ നമ്മൾ നോക്കിയത് എങ്ങനെയാണ്, പെട്രോൾ മാത്രമല്ലോ CNG വരുന്നുണ്ടോ, എങ്ങനെയാണ് വരുന്നത്? നമുക്ക് നിലവിൽ പ്രീവിയസ് മോഡലിൽ CNG അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ നമുക്ക് സ്റ്റിൽ ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത് പുതിയ മോഡൽസിൽ. കാരണം കിറ്റിന്റെ ഒരു അവൈലബിലിറ്റി ഇതിൽ വരുന്നതുകൊണ്ടാണ്. ഫ്രീക്വന്റ്ലി അത് വന്നു ചേരും നമുക്ക്. കാരണം പുതിയ വണ്ടിയിൽ അപ്രൂവൽ വരുന്ന ഒരു സമയം ആയിട്ടേ ഉള്ളൂ. CNG വരുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കിടക്കുന്ന വേരിയന്റ് ഏത് വേരിയന്റ് ആണ് വരുന്നത്? ഇത് ഇതിന്റെ ഏറ്റവും ടോപ്പ് ആൻഡ് വേരിയന്റ് ആണ് വരുന്നത്. ഇമോഷൻ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് കിടക്കുന്നത്. എല്ലാ ഫീച്ചേഴ്സോടും ആഡ് ഓൺ വന്നേക്കുന്ന വണ്ടിയാണ് കിടക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂസും കാര്യങ്ങളൊന്നും പറഞ്ഞു തരാം. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം നമുക്ക് ഇതിനകത്ത് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് നമുക്ക് ഓട്ടോമാറ്റിക് വൈപ്പേഴ്സ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ്സ് വന്നിട്ടുണ്ട് ആഡ് ഓൺ ഫീച്ചറായിട്ട്. പിന്നെ ഫ്രണ്ട് ഹുഡ് ഒന്നും മാറിയിട്ടുണ്ട്. ഒരു പുതിയ ക്യാരക്ടർ ലൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കമ്പനി ലോഗോ ചേഞ്ചസ്, എസ്പെഷ്യലി നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ പോലെ ലോഗോസിന് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഒരു പിയാനോ ബ്ലാക്ക് ഗ്രിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ്സ് കുറച്ച് ഷേപ്പായി. അതുപോലെ തന്നെ ഏറ്റവും അട്രാക്റ്റീവ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലെ ഫോഗ് ലാംപ്സ് വന്നിട്ടുണ്ട്. അതും LED പാക്കേജോട് കൂടിയുള്ള ഫോഗ് ലാംപ്സ് ആണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് സെൻസർ ഈ മോഡലിലാണ് നമുക്ക് വന്നേക്കുന്നത്. അതുപോലെ ഫ്രണ്ട് ഒരു സ്കിപ്പ് ലൈറ്റ് നമുക്ക് ആഡ് ഓൺ വന്നിട്ടുണ്ട്. അതുപോലെ എയർ ഡാം കുറച്ച് വലുതായതോടുകൂടി എയർ ഫ്ലോ നമുക്ക് ബെറ്റർ ആയിട്ട് കിട്ടിയതുകൊണ്ട് നമുക്ക് ഇന്ത്യയിലുള്ള AC-യുടെ ടെമ്പറേച്ചർ 2-3 ഡിഗ്രി കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് നമുക്ക് നല്ലൊരു ഇമ്പാക്ട് വന്നിട്ടുണ്ട് AC-യുടെ. എനിക്കൊന്ന് നമ്മുടെ പഴയ മോഡലിന് ചെറിയൊരു നോയ്സ് നമുക്ക് കിട്ടുന്നുണ്ടെന്നൊരു ചെറിയ പരാതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പുതിയ മോഡലിലേക്ക് വന്നപ്പോൾ അതിലേക്ക് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? നന്നായിട്ട് മാറ്റം വന്നിട്ടുണ്ട്. കുറച്ച് പാക്കേജുകൾ, ഇന്ത്യയിലുള്ള പാക്കേജുകൾ മാറ്റം വരുത്തുന്നുണ്ട്. കുറച്ച് ഷീൽഡ് വന്നിട്ടുണ്ട്. നോയ്സ് വളരെ കൺട്രോൾഡ് ആയിട്ടുണ്ട്. വളരെ കൺട്രോൾഡ് ആണ്. പഴയ വെഹിക്കിൾ വെച്ചിട്ട് നോക്കിയാൽ വളരെ കൺട്രോൾഡ് ആയിട്ടുണ്ട്. അത് കസ്റ്റമറുടെ ഫീഡ്ബാക്കും നമുക്കുണ്ട്. നമ്മുടെ പുതിയ ഡ്രൈവറിൽ ഒരു പ്രൊജക്റ്റഡ് LED ഹെഡ്ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡേ ആൻഡ് ലൈറ്റ് റണ്ണിങ് മിററോടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റെനോയുടെ ഒരു ബാഡ്ജിങ്ങോടെ, ഒരു പ്രീമിയം വെഹിക്കിൾസിലൊക്കെ വരുന്ന പോലെ റെനോയുടെ ഒരു ബാഡ്ജിങ്ങോടെ ഹെഡ്ലാമ്പിനുള്ളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സൈഡ് പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വീലാർച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ലാർജ് ആയിട്ടുള്ള ഒരു വീലാർച്ച് കൊടുത്തിട്ടുണ്ട്. 15 ഇഞ്ച് ടയർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ഫ്ലെക്സ് വീല്, നമുക്ക് 15 ഇഞ്ച് ലാൻഡ്സ്കേപ്പ് ഡ്യുവൽ കളറും ഫ്ലെക്സ് വീലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ ലോഗോയും കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ തൊട്ട് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ റിയർ വ്യൂ മിററാണ്. അതിനകത്ത് നമുക്കൊരു പിയാനോ ബ്ലാക്ക് അസൈൻ ചെയ്തിട്ടുള്ള കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു LED ഇൻഡിക്കേറ്ററോടെ നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിളും ഫോൾഡബിളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. തൊട്ട് പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു ഡോർ ഹാൻഡിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ സൈഡ് പ്രൊഫൈൽ വരുന്നത്. നമുക്കൊരു സ്റ്റിക്കറാണ് വരുന്നത്. ഡോർ ഗ്ലാഡിങ്ങിൻ്റെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇതിന് ആക്സറീസും നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്.
അതിനോട് തൊട്ട് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വലിയൊരു സ്പേസ് വലിയൊരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു വലിയ വണ്ടിയുടെ ഫീല് സൈഡ് പ്രൊഫൈലിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ റൂഫിലാണ് നമുക്ക് റൂഫ് കാരിയർ കൊടുത്തിട്ടുണ്ട്. ഇത് ഇംബിലിറ്റഡ് റൂഫ് കാരിയറാണ്. ഇതിനകത്ത് 50 kg സപ്പോർട്ട് ചെയ്യുന്ന റൂഫ് കാരിയറാണ്. അതൊരു മെറ്റൽ ബ്ലാക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു റൂഫ് കാരിയറാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാലും അതുപോലെ തന്നെ വീൽ ആർച്ച് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഈ സെയിം ടയർ സൈസ് 15 ഇഞ്ചിലും ഫ്ലെക്സ് വീലും നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടിയുടെ ഡയമീറ്ററെ കുറിച്ചൊന്ന് സംസാരിക്കാം. ഈ വണ്ടിയുടെ ഫസ്റ്റ് ഓഫ് ഓൾ ഈ വണ്ടിയുടെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് വരുന്നത് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് 182 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് നമ്മൾ കമ്പനി കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ റോഡ് കണ്ടീഷൻ അനുസരിച്ച് ഒരു 7 സീറ്റ് വണ്ടിയിലേക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ ലെന്ത് ആണ് നമുക്ക് ഏറ്റവും അട്രാക്റ്റീവ്. 3985 mm നമുക്ക് ടോട്ടൽ ലെന്ത് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഡോറിനൊരു പ്രത്യേകത കൂടെ ഉണ്ട്. നമുക്ക് ഇതൊരു 2 സ്റ്റെപ്പ് ഡോറാണ് വരുന്നത്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജോടെ വരുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ പെട്ടെന്ന് വണ്ടി ഒന്ന് ഒരു കാറ്റടിച്ചോ അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊന്ന് തള്ളിവിടുന്ന സിറ്റുവേഷനിൽ പെട്ടെന്ന് പോയി ലോക്ക് ആവില്ല. ജസ്റ്റ് ഒന്ന് ടിങ്കിൾ ചെയ്ത് നിന്നിട്ട് ശേഷം സ്റ്റോപ്പ് ചെയ്ത് നിന്നതിന് ശേഷം മാത്രമാണ് അതൊരു സേഫ്റ്റി ഫീച്ചറായിട്ട് കമ്പനി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ തേർഡ് റോയിൽ ക്വാർട്ടർ ഗ്ലാസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഒരു വലിയ ക്വാർട്ടർ ഗ്ലാസ് തന്നെയാണ്. അതായത് തേർഡ് റോയിൽ ഇരിക്കുന്നവർക്ക് നല്ല വ്യൂവബിൾ ആയിട്ടുള്ള ഒരു ക്വാർട്ടർ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് ബാക്ക് പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ടെയിൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. കണക്റ്റീവ് ടെയിൽ ലാമ്പ്സ് ആണ് അത് കൊടുത്തത്. ഫുള്ളി LED പാക്കേജസിലാണ് ഈ ടെയിൽ ലാമ്പ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പ്യൂർലി ബ്ലാക്കും കൂടെ കൂടി വന്നിരിക്കുന്നത്. കുറച്ച് നല്ല സ്റ്റൈലിഷിലാണ് എടുത്തിരിക്കുന്നത്. ഒരു ഈഗിളിൻ്റെ നെക്ക് പോലെ ആണ് ഇതിൻ്റെ ഒരു ഷേപ്പ് വന്നിരിക്കുന്നത്. നമുക്ക് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. ഒരു വൈപ്പർ വാഷർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്റർ ബ്രേക്ക് ലൈറ്റിൻ്റെ ഇൻഡിക്കേറ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വന്ന് ബാക്ക് വൈപ്പർ വന്നിട്ടുണ്ട്. അത് നമുക്ക് വാഷറോട് കൂടി വരുന്നത്. അത് കുറച്ച് വിസിബിലിറ്റിയൊക്കെ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഡീഫോഗർ എന്ന് പറഞ്ഞ ലൈൻസോടെ ആഡ് ഓൺ വന്നിട്ടുണ്ട്. അത് നമ്മുടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് തന്നെ വന്നിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് തൊട്ട് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ പുതിയ ഒരു ടെയിൽ ഗേറ്റ് പോലെ വന്നിട്ടുണ്ട്. ടെയിൽ ഗേറ്റിൽ പിയാനോ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലോഗോയും ചെയ്തിരുന്നുണ്ട്. ഈ ടെയിൽ ഗേറ്റിൻ്റെ അടിയിലാണ് നമുക്ക് ഒരു ഫെദർ ടച്ച് അൺലോക്ക് സിസ്റ്റം വന്നിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺലോക്ക് ആവും. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ റെനോയുടെ പുതിയ ഫോണിലുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിയർ ക്യാമറയും അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസറും നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയാണ് പുതിയ സ്കിപ്പ് ലൈറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സ്കിപ്പ് ലൈറ്റിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ചെറിയ സ്ക്രാച്ചുകളും കാര്യങ്ങളെല്ലാം പ്രിവെൻറ്റ് ചെയ്യുന്ന സ്കിപ്പ് ലൈറ്റാണ് വരുന്നത്. നമ്മുടെ ഇനി ബൂട്ട് നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലൈറ്റൊക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഈ വണ്ടിയുടെ ഏറ്റവും പ്രത്യേകതയുള്ള നമ്മുടെ ഇതിൻ്റെ ബാക്ക് സീറ്റും ബൂട്ടുമാണ്. നമുക്ക് ഇപ്പോൾ ഈ അവസ്ഥയിലല്ല നമ്മൾ ശരിക്കും ബൂട്ട് വരുന്നത്. നമുക്ക് ഈ സീറ്റുകൾ ഇൻഡിപെൻഡൻ്റ്ലി ഒരു ടൂളും ഇല്ലാതെ തന്നെ നമുക്കിത് റിമൂവ് ചെയ്യാനും ഈസി ഫിക്സ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമ്മൾ ജസ്റ്റ് ഇത് തന്നെ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഈ ഇരിക്കുന്ന സീറ്റും നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് അവിടെ നിന്നും റിമൂവബിൾ ചെയ്തെടുക്കാം. അപ്പോൾ ടോട്ടൽ 625 ലിറ്റർ നമുക്ക് ബൂട്ട് സ്പേസ് കിട്ടും. അതുപോലെ തന്നെ 2 സീറ്റും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഈസിലി ഫിറ്റഡ് ആണ് വരുന്നത്. ഒരു ടൂളിൻ്റെയോ ആവശ്യങ്ങളോ ഒന്നും വരുന്നില്ല. നമുക്ക് ജസ്റ്റ് ഈസി ആയിട്ട് ഇതിങ്ങനെ തന്നെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇതാണ് വരുന്നത്, ഫിക്സഡായി. പിന്നെ അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കംഫർട്ടായിട്ടുള്ളൊരു കാര്യവും സേഫ്റ്റി ആയിട്ടുള്ളൊരു കാര്യമാണ് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ സ്പെയർ വീൽ വരുന്നത് വണ്ടിയുടെ അടിയിലാണ്. നമുക്ക് ഇവിടെ നിന്നാണ് അതിൻ്റെ ഓപ്പണിങ് വരുന്നത്. ജസ്റ്റ് ഈ സ്ക്രൂ റിലീസ് ചെയ്ത സ്റ്റെപ്പിന് താഴത്തേക്ക് വരും. നമുക്ക് സ്റ്റെപ്പിന് അവിടെ നിന്ന് യൂസബിൾ ആണ്. നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂൽ ടാങ്കിൻ്റെ ലിഡ് ഇവിടെയാണ് വരുന്നത്. ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ആയിട്ട് വരും. അതുപോലെ തന്നെ 40 ലിറ്ററാണ് ഇതിൻ്റെ നമുക്ക് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മൈലേജ് വരുന്നത് മാനുവലിന് വരുന്നത് 19.38 നമുക്ക് ഓട്ടോമാറ്റിക്കിന് വരുന്നത് 19.57 നമുക്ക് മൈലേജ് വരുന്നത്. എയർ സർട്ടിഫൈഡ് മൈലേജ് വരുന്നത്. പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെയാണ്. പ്രൊഫൈലിനും കാര്യങ്ങൾക്കൊന്നും മാറ്റമില്ല. നമുക്ക് ഇനി ഇൻറ്റീരിയറിലേക്ക് നോക്കാം. ഇൻറ്റീരിയറിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ക്രോമിയം ഫിനിഷിനോടല്ലേ നമുക്ക് ഡോർ ഓപ്പണിങ് കൊടുക്കും. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിളിൻ്റെ സ്വിച്ചസ്, അതായത് മിററിൻ്റെ ഇലക്ട്രിക്കൽ ഫോൾഡബിൾ ഉണ്ട്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അഡ്ജസ്റ്റബിൾ ഉണ്ട്. അതുപോലെ തന്നെ പവർ വിൻഡോസിൻ്റെ സ്വിച്ചസ് ആണ്. അതിനകത്ത് ഫ്രണ്ട് പവർ വിൻഡോസിൻ്റെ ഡ്രൈവർ സൈഡ് ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ ആണ് വരുന്നത്.
പവർ വിൻഡോസ് ലോക്ക് വരുന്നുണ്ട്. ഈ വണ്ടിയുടെ ഏറ്റവും കൂടുതൽ നമുക്ക് ഇന്റീരിയർ സ്റ്റോറേജ് സ്പേസുകളാണ് ബോട്ടിൽ ഹോൾഡർ പോലെയുള്ളത്. നമുക്കത് 23 ലിറ്റർ നമ്മൾ ഈ കമ്പനി വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് നമുക്ക് ഫ്രണ്ട് ഡോറയിൽ നമുക്ക് വന്നേക്കുന്ന ഒരു മാറ്റങ്ങളും. അതുപോലെ തന്നെ നമുക്ക് ഡ്രൈവർ സീറ്റിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. നമുക്ക് ഫ്രണ്ടിലേക്കും അതുപോലെ തന്നെ ബാക്കിലേക്കും അതുപോലെ ഡ്രൈവർ സീറ്റിൻ്റെ ഹൈറ്റും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ബാക്ക് സീറ്റിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇവിടെ തന്നെ നമ്മൾ കമ്പനി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് കംഫർട്ടായിട്ട് നമുക്ക് ഈ വണ്ടി ഓടിക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിലേക്ക്, ഇനി എസ്പെഷ്യലി സ്റ്റിയറിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ പുതിയ ലോഗോ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അത് വളരെ സ്റ്റൈലിഷ് ആയിട്ട് തന്നെയാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റിയറിങ് ടിൽറ്റഡും നമുക്ക് ഫെസിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് സൈഡിലെ എല്ലാ കൺട്രോൾസുകളും, മൾട്ടിമീഡിയയുടെ എല്ലാ കൺട്രോൾസുകളും, വണ്ടിയുടെ വെഹിക്കിൾ ഇൻഫർമേഷനും ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ചസും എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റ് മെഷർമെൻറ്റിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ലെതർ ഫിനിഷോട് കൂടിയുള്ള ഒരു സ്റ്റിയറിംഗ് കോളവുമാണ് നമുക്ക് വന്നിരിക്കുന്നത്. വളരെ സ്പോർട്ടി ലുക്കിലാണ് പുതിയ സ്റ്റിയറിംഗ് കോളം വന്നിരിക്കുന്നത്. വണ്ടിയിൽ വന്ന എനിക്ക് തോന്നിയ ഏറ്റവും വലിയ മാറ്റം ഈ സ്റ്റിയറിംഗ് വീലിൽ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോ ഹെഡ് ലാംപ്സിൻ്റെയും ഓട്ടോ വൈപ്പേഴ്സിൻ്റെ സ്വിച്ചസ് പുതിയ വണ്ടികളിൽ ആഡ് ഓൺ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് ഇൻറ്റീരിയറിൽ വന്നിരിക്കുന്നത്, ബീജും ബ്ലാക്കും എന്നുള്ള രീതിയിൽ. പിന്നെ ഈ വണ്ടികളിൽ ഏറ്റവും വലിയ പ്രത്യേകത 4 AC വെൻസ് കൊടുത്തിട്ടുണ്ട്. AC വെൻസിനെല്ലാം പുതിയൊരു ഡിസൈനും കൂടിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ അത് ലെന്തിൽ തന്നെ എല്ലായിടത്തും അത് കൊടുത്തിട്ടുണ്ട്. വളരെ സ്റ്റൈലിഷ് ആയിട്ട് തന്നെയാണ് കമ്പനി അത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇന്ത്യയിൽ വരുന്നത് നമ്മുടെ വണ്ടികൾ ഫുൾ ഓപ്ഷൻ മോഡലിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ്. അതിൻ്റെ സ്വിച്ചസ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നമ്മുടെ ക്ലസ്റ്റർ ഓൺ ആവും. ഒരു 17.17 സെൻറ്റിമീറ്റർ ഉള്ള ഒരു മൾട്ടി കളർ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. വളരെ സ്റ്റൈലിഷിൽ കൊടുത്തിരിക്കുന്നതാണ്. വണ്ടിയുടെ എല്ലാ ഇൻഫർമേഷനും അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ബ്രൈറ്റ്നസും ഡിമ്മൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ക്ലസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഡിസൈൻസ്, അതായത് നമ്മുടെ AC വെൻറ്റിൽസിലുള്ള ഡിസൈൻസ് എല്ലാം കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അത് കുറച്ചുകൂടി നല്ല ഭംഗിയായിട്ട് എല്ലാവരിൽ നിന്ന് അഭിപ്രായങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ മൾട്ടിമീഡിയ ടച്ച് സ്ക്രീനാണ് വരുന്നത്. 8-inch ഇൻഫോടൈൻമെന്റ് സിസ്റ്റമാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ആൻഡ്രോയിഡ്, ആപ്പിൾ കാർപ്ലേയും നമുക്ക് വയർലെസ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതിനകത്ത് വെഹിക്കിളിൻ്റെ എല്ലാ നമുക്ക് ഡീറ്റെയിൽസും കിട്ടും. ഡ്രൈവിങ്ങിൻ്റെ എക്കോ മോഡ്സിൻ്റെ സിസ്റ്റങ്ങളും കാര്യങ്ങളെല്ലാം കിട്ടും. നമ്മുടെ ആക്സിലേഷന്, ഗിയർ ഷിഫ്റ്റിങ്, ആക്യുറേഷൻ ഇതെല്ലാം നമുക്ക് കിട്ടും. അതിൻ്റെ ട്രിപ്പിൻ്റെ റിപ്പോർട്ട് കിട്ടും, ആവറേജ് മൈലേജിൻ്റെ റിപ്പോർട്ട് കിട്ടും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ സിസ്റ്റത്തിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് സ്മാർട്ട് ഫോൺ നമുക്കിതിൽ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എല്ലാ രീതിയിലും യൂസ് ചെയ്യാൻ പറ്റും. ഗൂഗിൾ മാപ്സ് പോയാലും എല്ലാം നമുക്ക് ഫോൺ എങ്ങനെ യൂസ് ചെയ്യുന്നുവോ അതുപോലെ തന്നെ സിസ്റ്റവും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് താഴത്തേക്ക് വന്നാൽ നമുക്കൊരു ഫ്രണ്ട് പാർക്കിംഗ് സെൻസറിൻ്റെ സ്വിച്ചസ് ഉണ്ട്. അതുപോലെ തന്നെ D4ൻ്റെ സ്വിച്ചസ് ഉണ്ട്. ഹസാർഡ് വാർണിംഗ്, ലോക്ക്, EPS ആണ്, ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ചസ് ആണ്. ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ എന്ന് പറയുന്നത് നമുക്ക് ഇൻ കേസ് ഒരു നാരോ ട്രാഫിക്കിലൊക്കെ നമുക്ക് ഇത് ഓഫ് ചെയ്യാനുള്ള ഒരു സ്വിച്ചസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെയാണ് AC-യുടെ സ്വിച്ചസ് കൊടുത്തിരിക്കുന്നത്. പൊസിഷനും അതുപോലെ ഫാനിൻ്റെ സ്പീഡും AC ഓൺ ഓഫ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ തൊട്ട് താഴെയാണ് നമുക്കൊരു മൊബൈൽ ഹോൾഡറും കൊടുത്തിട്ടുണ്ട് കമ്പനി. അത് വളരെ സ്റ്റൈലിഷ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്കിപ്പാവാത്ത രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സ്മാർട്ട് കീ വരുന്നത്. സ്മാർട്ട് കീ വരുന്നതെന്ന് പറയുമ്പോൾ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സ്മാർട്ട് കീ ആണ്. സ്മാർട്ട് ആക്സസിങ് കാർഡ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസോടെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവും. ഇതിനകത്തൊരു ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കീയോടെ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് എമർജൻസിയിൽ ബാറ്ററി ഫുൾ ഡ്രെയിൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ കീ ഉപയോഗിച്ചിട്ട് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ലോക്ക് ചെയ്യാനും വളരെ ഈസിയാണ്. ഇതാണ് വരുന്നത് നമ്മുടെ. അത് 2 കീ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ തൊട്ട് താഴെയാണ് ഒരു 12 വോൾട്ട് ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഔട്ട് കൊടുത്തിട്ടുണ്ട്. പുഷ് ബട്ടൻ്റെ കൊടുത്തിട്ടുണ്ട്. ക്രൂയിസ് കൺട്രോൾ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള സ്വിച്ചസും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയാണ് വയർലെസ് സ്മാർട്ട് ചാർജർ കൊടുത്തിരിക്കുന്നത്. ഇതും ഫാസ്റ്റ് ചാർജിങ് തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് താഴത്തേക്ക് വന്ന് നമ്മുടെ ഗിയർ ലിവറാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പിയാനോ ബ്ലാക്കിലും ഒരു സിൽവർ ഗ്യാനിഷോടെ കൊടുത്തിട്ടുണ്ട്. വളരെ സ്റ്റൈലിഷ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ റിവേഴ്സ് വരുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്തിട്ട് നമുക്ക് ഫ്രണ്ടിലേക്കാണ് റിവേഴ്സ് വരുന്നത്. ഇതാണ് നമ്മുടെ ലിവറിൻ്റെ റിവേഴ്സ് പൊസിഷൻ വരുന്നത്. അതുപോലെ തന്നെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു കൂൾഡ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. കൂൾഡ് ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാം, AC കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കൂൾഡ് ബോക്സോടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുകളിലേക്ക് വന്ന നമ്മുടെ സീറ്റിൻ്റെ ഹാൻഡ് റെസ്റ്റാണ്. നമുക്ക് വളരെ കംഫർട്ടായിട്ട് നമുക്ക് കൈവച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കംഫർട്ടായിട്ടുള്ള രീതിയിലാണ് ഹാൻഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ സൈഡിൽ വരുന്നൊരു
നമ്മുടെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അപ്പർ ഗ്ലോ ബോക്സ് ആണ്. നമുക്ക് അപ്പർ ഗ്ലോ ബോക്സിൽ വന്നു കഴിയുമ്പോൾ നമുക്കൊരു ഡോക്യുമെൻറ്റ്സ് ഒക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു അപ്പർ ഗ്ലോ ബോക്സും ഇത് വരുന്നൊരു കോൾഡ് ബോക്സും കൂടെയാണ് വരുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് റോയിലെ കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കാം. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിനകത്തൊരു 3 സ്റ്റെപ്പ് ഡോർ ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു സേഫ്റ്റി പർപ്പസ് ആണ്. ഇൻ കേസ് കുട്ടികളൊക്കെ കയറുന്ന സമയത്ത് ഇത് വന്ന് പെട്ടെന്ന് തന്നെ ക്ലോസ് ആവാതിരിക്കാനുള്ളൊരു സേഫ്റ്റി പർപ്പസിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വൈൽഡ് ആയിട്ടുള്ളൊരു ഡോർ ഓപ്പണിങ്ങോടെയാണ്, ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ളൊരു ഡോർ ഓപ്പണിംഗ് ആണ്. ഇതാണ് സെക്കൻഡ് റോയിലേക്ക് വരുമ്പോൾ നമുക്ക് സെക്കൻഡ് റോയിൽ നിന്ന് തന്നെയാണ് നമുക്ക് ബാക്കിലേക്കുള്ള എൻട്രി വരുന്നത്. അത് ജസ്റ്റ് ഒരു ടിൽറ്റിൽ നമുക്കിത് എൻട്രി ആവും. ഇതിൽ ഈസിലി നമുക്ക് ആക്സസിബിൾ ആണ് തേർഡ് റോയിലേക്ക്. ഇതാണ് സെക്കൻഡ് റോയിൽ മെയിൻലി വരുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. കൂടാതെ ഇത് ലോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഫെസിലിറ്റിയും കൂടെ കാണിച്ചു തരാം. നമുക്ക് ഇതിലേക്ക് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഈ സീറ്റിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ള ഒരു മൂവ്മെൻ്റ് ആണ്. അതായത് ഫ്രണ്ടിലോ ബാക്കിലോ ഇരിക്കുന്നവരുടെ കംഫർട്ട് അനുസരിച്ച് നമുക്ക് സീറ്റിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഡോറിൻ്റെ ബി പില്ലറിലാണ് നമുക്ക് ഇതിൻ്റെ AC വെൻ്റ് കൊടുത്തിരിക്കുന്നത്. ഇതും ഒരു വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ആണ് നമുക്കിത് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സെക്കൻഡ് റോയിൽ ഇരിക്കുന്ന കുട്ടികളുടെ ഫേസിലേക്ക് AC ഡയറക്റ്റ് അടിക്കാതെ വളരെ കൺവീനിയൻ്റ് ആയിട്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സീറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട്, ഒരു ഹണിക്രോം ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഹെഡ് റെസ്റ്റ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതും നമുക്ക് സേഫ്റ്റി പർപ്പസിനും കംഫർട്ടായിട്ട് യാത്ര ചെയ്യാനുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ തേർഡ് റോയിൽ തന്നെയാണ് ഐസോഫിക്സിൻ്റെ നമുക്ക് കണക്ടിവിറ്റി കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് ഐസോഫിക്സ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് 3 പേർക്കും സീറ്റ് ബെൽറ്റിലുള്ള പൊസിഷനോടെ കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞല്ലോ AC ഒരു കാര്യം പറഞ്ഞത്, 3 റോയിൽ AC സെപ്പറേറ്റ് ഒരു കൺട്രോൾ ഉണ്ട്. ഫ്രണ്ടിലത്തെ അല്ലാതെ ബാക്കിലത്തെ 2 AC കൺട്രോൾസ് നമുക്ക് ഇവിടെ നിന്നാണ് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അത് ഡ്രൈവർക്കും ചെയ്യാൻ പറ്റും, ബാക്കിലിരിക്കുന്നവർക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയാണ് ഒരു 12 വോൾട്ടിൻ്റെ പവർ ഔട്ടും കൊടുത്തിട്ടുണ്ട് കമ്പനി. നമുക്ക് തേർഡ് റോഡിലേക്കുള്ള ആക്സസ് ആണ് ഇനി കാണേണ്ടത്. ഒന്ന് ഞാൻ ആദ്യം കാണിച്ചിരുന്നെങ്കിലും ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡ്യുവൽ ഫോൾഡ് ആയിട്ടിരിക്കും. നമുക്ക് പിന്നെ ഈസിലി ആക്സസ് ആയിട്ട് നമുക്ക് ബാക്കിലേക്ക് കയറാം. ഇതാണ് വരുന്നൊരു പൊസിഷൻ വരുന്നത്. നമുക്ക് വരുന്ന പൊസിഷൻ ഇപ്പോൾ നമ്മൾ സീറ്റ് ഒരു നോർമൽ പൊസിഷനിൽ ഇട്ടിരിക്കുന്നത് വളരെ കംഫർട്ടായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാ സീറ്റിനും വളരെ ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട്, ഒരു ഹണിക്രോം ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ ടോണിലാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കുള്ളൊരു കൺസേൺ ആണ് ബാക്കിലത്തെ സ്പേസിനെ കുറിച്ചുള്ളത്. ഇപ്പോൾ ഞാൻ നോർമൽ പൊസിഷനിൽ ഞാനൊരു 5.25 അടിയുള്ള ഒരാളാണ്. നമുക്ക് കംഫർട്ടായിട്ട് നമുക്ക് സീറ്റിൽ ഇരിക്കാൻ പറ്റും. കൂടാതെ നമുക്ക് ഈ ഫ്രണ്ടിലത്തെ സീറ്റ് ഇച്ചിരി മുന്നോട്ട് വേണമെങ്കിൽ ഇടാം. അന്നേരം കുറച്ചുകൂടി ഈസിലി നമുക്ക് ഇരിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഹെഡ് റൂമാണ് വരുന്നത്. നല്ല ലാർജ് ആയിട്ടുള്ള ഒരു ഹെഡ് റൂം വരുന്നുണ്ട്, നല്ല ഹൈറ്റിൽ വരുന്നുണ്ട്. ഏകദേശം ഒരു ചാൻ നമുക്ക് ഇപ്പോൾ നോർമലി എന്നെയൊക്കെ വെച്ചിട്ട് നോക്കി ഒരു ചാൻ മുകളിലേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ആക്സസ് ഉണ്ട്. അതുപോലെ തന്നെ റൂഫിൽ നമുക്കൊരു ഹാൻഡ് ഗ്രിപ്പ് തന്നെ കൊടുത്തിട്ടുണ്ട് കമ്പനി. നമ്മൾ പിന്നെ സൈഡിൽ നമുക്കൊരു ക്വാർട്ടർ ഗ്ലാസ് ആണ് കൊടുത്തിരുന്നത്. മറ്റു വണ്ടികളെ അപേക്ഷിച്ച് വളരെ ലാർജ് ആയിട്ടുള്ളൊരു ക്വാർട്ടർ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് പുറത്തേക്കുള്ള വ്യൂ നമുക്ക് വളരെ വിസിബിളായിട്ട് കാണാൻ പറ്റും നമുക്ക് തേർഡ് റോയിൽ ഇരുന്നാലും. ഇനി അടുത്ത് നമ്മുടെ AC ഒരു കംഫർട്ടാണ്. നമുക്ക് തേർഡ് റോയിൽ AC വരുന്ന റൂഫിലാണ് വരുന്നത്. 2 ബ്ലോവർ വരുന്നുണ്ട്. വളരെ നമ്മുടെ ഫേസിലേക്ക് വരുന്ന രീതിയിൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് അത് പൊസിഷൻ ചെയ്തിട്ടുണ്ട് കമ്പനി. വളരെ ആക്സസിബിളായിട്ടും നമുക്കത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസോടെ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് നമ്മൾ പൊസിഷനിൽ ചെറിയ ജസ്റ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. ഇൻ കേസ് അത് ക്ലോസ് ചെയ്ത് വെക്കാൻ പോലും നമുക്ക് ഇവിടുന്ന് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇനി തേർഡ് റോയിൽ നിന്നുള്ള ഒരു നമ്മൾ എക്സിറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് നമുക്കൊരു സിംഗിൾ ടാപ്പിൽ തന്നെ നമുക്കിതിൽ ഈസിലി ഇത് ഫോൾഡബിൾ ആവും. നമുക്ക് അതുപോലെ തന്നെ ഇവിടെ ഒരു ഹാൻഡ് ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് ഗ്രിപ്പ് ഉപയോഗിച്ചിട്ട് ഈസിലി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. ഷാംറ, അപ്പോൾ നമ്മൾ വാഹനത്തിന് അത്യാവശ്യം ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അറിയാനുള്ള പ്രൈസ്, മൈലേജിൻ്റെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ ഡൗൺ പേയ്മെൻറ്റ് എത്രയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് പ്രൈസിലേക്ക് പോകാം. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് വരുന്നത് ബ്രോ? നമ്മളിപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് 576 ഇതിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത് സ്റ്റാർട്ടിങ്. അത് നമുക്കൊരു 860 കൂടി ഓൺ റോഡ് വരും. അത് GST പ്രൈസ് കുറഞ്ഞിട്ടാണ്. നമ്മുടെ GST പ്രൈസ് കുറവെന്ന് പറയുമ്പോൾ 50 മുതൽ 1 ലക്ഷം രൂപ വരെയാണ് കുറഞ്ഞിരിക്കുന്നത്. ഓരോ വേരിയന്റ് നമുക്ക് സ്റ്റാർട്ടിംഗ് വേരിയന്റിൽ 50,000 രൂപയുടെ കുറവുണ്ട്. അതിൻ്റെയാണ് നമുക്കൊരു 680 കൂടി നമുക്ക് ഓൺ റോഡ് നമുക്ക് ബേസ് മോഡൽ ഇറക്കാൻ പറ്റും, എല്ലാ ഫെസിലിറ്റിയോടും കൂടി വരുന്നത്. പിന്നെ അടുത്ത നമ്മളിപ്പോൾ കണ്ട മോഡൽ എന്ന് പറയുന്നത് ഫുൾ ഓപ്ഷൻ മോഡലാണ് കണ്ടത്. അത് നമുക്ക് ഓൺ റോഡ് വരുമ്പോൾ 9,40,000 രൂപയാണ് ഓൺ റോഡ് വരുന്നത്. അപ്പോൾ ആ റേഞ്ചിലാണ് നമുക്ക് പ്രൈസിൽ വരുന്നത്. പിന്നെ നമുക്ക് ഇതിന് ഫിനാൻസ് ഓപ്ഷൻസുകളും ഉണ്ട്. നമുക്ക് റെനോയ്ക്ക് തന്നെ ഫിനാൻസ് വരുന്നുണ്ട്. ഒരു 9 തൊട്ട് നമുക്ക് 10% വരുന്ന റേറ്റ് ഓഫിൽ നമുക്ക് റെനോ ഫിനാൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് എല്ലാ നാഷണലൈസ്ഡ് ബാങ്കുകളും
നമുക്ക് ഇപ്പോൾ റണ്ണിങ്ങിലാണ് പോകുന്നത്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം സിബിൽ അഗനസ്റ്റ് ആണ്. ഒരു 680 മുതൽ നമുക്ക് സിബിൽ സ്കോർ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അത് നാഷണലൈസ് ബാങ്കിലല്ല, ഡിപ്പെൻഡ് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് പിന്നെ ഒരു ഡൗൺ പേയ്മെന്റ് നമുക്ക് നല്ല പ്രൊഫൈലുള്ള ഒരു കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഒരു 70,000 രൂപ മുതൽ ഡൗൺ പേയ്മെന്റ് ചെയ്യാം. 100% ചെയ്യുന്ന ഓപ്ഷൻസ് ഉണ്ട്. 70,000 അങ്ങനെ അൾട്ടിമേറ്റ് കസ്റ്റമറുടെ പ്രൊഫൈലാണ് നമുക്ക് ഇതിനകത്ത് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നോർമൽ ഒരു വരുന്നത് 70 ആണ്. ഒരു 70 ആണെങ്കിൽ നമുക്ക് എത്ര വർഷം വരെ നമുക്ക് 8 വർഷം വരെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ബജാജ് ഫിനാൻസ് ഒക്കെ 8 വർഷം വരെ ചെയ്യുന്നുണ്ട്. EMI വരുമ്പോൾ നമുക്ക് എത്ര ഏകദേശം നമുക്ക് 8 വർഷത്തെ EMI-ലേക്ക് ആണെങ്കിൽ 1500 താഴെ നമുക്ക് പെർ ലാക്കിന് കിട്ടും. 7 വർഷമാണെങ്കിൽ 1650 ഒക്കെയാണ് ആ റേഞ്ചാണ് വരുന്നത്. ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അതും 10, 20, 30 ഒക്കെയാണ് വ്യത്യാസങ്ങൾ വരിക. പിന്നെ കൂടാതെ ബാങ്കുകൾ ഇപ്പോൾ ഫിനാൻസ് ചെയ്യാൻ കുറച്ച് ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. കാരണം അവർക്ക് ഓണം മന്തിൽ കുറച്ച് ഫിനാൻസിന്റെ ഓപ്ഷൻസ് കുറഞ്ഞു പോയി. കാരണം ഈ GST വന്നുകൊണ്ട് കുറച്ച് ആൾക്കാർ ഹോൾഡ് ചെയ്തുകൊണ്ട് ബാങ്കിന് അവരുടെ ടാർഗറ്റ് എത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ബാങ്കൊക്കെ ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ബാങ്കൊക്കെ നമുക്ക് അവരുടെ പ്രോസസ്സിംഗ് ഫീസിലൊക്കെ സീറോ പ്രോസസ്സിംഗ് ഫീസിലൊക്കെ ഇന്ത്യൻ ബാങ്കൊക്കെ ചെയ്യുന്നുണ്ട്. പലതും നന്നായിട്ട് പോകുന്നുണ്ട് നമുക്ക്. ഓക്കെ ബ്രോ, അപ്പോൾ നമുക്ക് ഇനി ഒരു വാറണ്ടി എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമുക്ക് ഇതിന്റെ ഏതാണ് നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളാണ്. 7 വർഷം അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടി കൊടുക്കുന്ന ഒരു മാനുഫാക്ചറിംഗ് കമ്പനിയാണ് റെനോ എന്ന് പറയുന്നത്. ഏത് വാഹനങ്ങളായാലും ഇപ്പൊ ഇന്ത്യയിൽ റൺ ചെയ്യുന്ന എല്ലാ വാഹനങ്ങൾക്കും 7 വർഷം അൺലിമിറ്റഡ് ആണ്. കമ്പനി 3 വർഷം 1,00,000 കിലോമീറ്റർ വരെ ഫ്രീ ഓഫ് കോസ്റ്റിൽ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എക്സ്റ്റെൻഡ് ചെയ്യാം. വണ്ടി എടുക്കുന്ന ടൈമിൽ വേണമെങ്കിലും എടുക്കാം. പിന്നെ 3 വർഷത്തിനുള്ളിലും നമുക്ക് എടുക്കാനുള്ള ഒരു ഓപ്ഷൻസ് കമ്പനി കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു പലരും കമന്റ് ചെയ്ത് വെച്ചൊരു ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നു. നമുക്ക് ഇപ്പോൾ പുതിയ മോഡലാണ് നമ്മൾ റിവ്യൂ ചെയ്തത്. ഇതിന്റെ പഴയ മോഡൽ ഇപ്പോൾ അവൈലബിൾ ഉണ്ടോ, നമുക്ക് എങ്ങനെ റേറ്റ് വരുന്നത്, അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് ബ്രോ? നമുക്ക് 2 ഓപ്ഷനിലാണ് വരുന്നത്. ഒരു ഫേസ് 1, ഫേസ് 2 എന്നും പറഞ്ഞാണ് ഇപ്പം നമ്മൾ അറിയപ്പെടുന്നത്. ഫേസ് 1 ആണ് പഴയ മോഡൽ. അതിന് നമുക്ക് വണ്ടികൾ അവൈലബിൾ ആണ്. കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്കുകൾ നമ്മുടെ കയ്യിലുണ്ട്. കൂടാതെ അതിന് കമ്പനി അഡീഷണൽ ഡിസ്കൗണ്ടോടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ ഓഫർ കൂടാതെ നമുക്ക് അഡീഷണൽ വരുന്നുണ്ട്. ഒരു 10,000 തൊട്ട് 50,000 വരെ ഓപ്ഷൻസിലുണ്ട് നമുക്ക്. ചില വണ്ടികളിലെ എക്സ്ഷോറൂം പ്രൈസ് 10 ലക്ഷത്തിൽ താഴെ വന്നപ്പോൾ വീണ്ടും നല്ലൊരു പ്രൈസ് റേഞ്ച് മാറിയിട്ടുണ്ട്. അതായത് ലക്ഷറി ടീച്ചേഴ്സ് ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട് കമ്പനി. അപ്പോൾ അതിനും നമുക്ക് നല്ല സ്കീമും കാര്യങ്ങളും കമ്പനി കൊടുത്തിട്ടുണ്ട്. ഫിനാൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. എല്ലാത്തിനും സെയിം. നമ്മൾ പുതിയ വണ്ടി എടുക്കുന്നതല്ലേ, ഫേസ് 1 ഫേസ് 2 എന്നുള്ള ഡിഫറൻസ് ഒന്നുമില്ല. ഫിനാൻസിൽ ഈസിലി ആണ് വരുന്നത്. നമ്മൾ ഡിസ്കൗണ്ട് കുറച്ചിട്ടുള്ള കൊട്ടേഷൻ പ്രൊവൈഡ് ചെയ്യും. അതിനനുസരിച്ച് 90 അല്ലെങ്കിൽ 100% കമ്പനികളും ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ശ്യാമറാവ്, നമുക്ക് ഇനി സർവീസിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് സർവീസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണോ, എത്രയാണ് ഏകദേശം കോസ്റ്റ് വരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? നമുക്ക് അറൗണ്ട് 47 പൈസയാണ് നമ്മൾ കമ്പനി കൊടുക്കുന്നത്. അതായത് 1 കിലോമീറ്റർ 47 പൈസ. അത് 10,000 കിലോമീറ്ററിന് 4,700 രൂപയാണ് അറൗണ്ട് നമ്മൾ കമ്പനി ചെയ്യുന്നത്. അതിനകത്ത് 30,000 കിലോമീറ്റർ വരെ ലേബർ ചാർജ് ഉണ്ടാവില്ല. സർവീസ് ഫ്രീ അല്ല, ലേബർ ചാർജ് ഉണ്ടാവും. പാർട്സിന്റെ മാത്രം പേയ്മെന്റ് അടയ്ക്കുക. പിന്നെ നമ്മുടെ ഇവിടെ എല്ലാ സർവീസും നമുക്ക് മൂവാറ്റുപുഴയാണ്, പുല്ലുവഴിയിലാണ് നമ്മുടെ സർവീസ് സെന്റർ ഉള്ളത്. എല്ലാ 40 കിലോമീറ്ററിലും നമുക്ക് സർവീസ് സെന്റർ അല്ലെങ്കിൽ സെയിൽസ് ഔട്ട്ലെറ്റുകളുണ്ട്. അവിടെ വണ്ടി ഏൽപ്പിച്ചാലും ഡ്രൈവർ വന്ന് പിക്കപ്പ് ആൻഡ് ഡ്രോപ്സിൽ എടുക്കുന്നുണ്ട്. പിന്നെ എസ്പെഷ്യലി നമുക്ക് അറിയാലോ, റെനോയാണ് സർവീസ് കൊടുക്കുക. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്കത് ചെയ്യാം. അറൗണ്ട് 450 സർവീസ് സെന്ററുകളും ഒരു 250 മുകളിൽ സെയിൽസ് ഔട്ട്ലെറ്റുകളും ഇന്ത്യയിൽ തന്നെയുണ്ട്. നമുക്ക് ലഡാക്കിൽ വരെ നമ്മൾ ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. നമ്മൾ ആർമിക്ക് വണ്ടികൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. സർവീസിൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള റോഡ് അസിസ്റ്റൻസ് ആണ് ഏറ്റവും വലിയ കാര്യം. ഈ 7 വർഷം നമ്മൾ വാറണ്ടി എടുക്കുന്ന സമയത്ത് നമുക്ക് 7 വർഷത്തേക്കും റോഡ് അസിസ്റ്റൻസ് ഫ്രീ ആണ്. നമുക്ക് എന്നല്ല, വാറണ്ടിയിൽ അത് ഇൻക്ലൂഡഡ് ആണ്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ടോൾ ഫ്രീ വിളിച്ചു കഴിഞ്ഞാൽ അവർ വണ്ടി ഫ്രീ ഓഫ് ടേക്കിൽ എടുത്തിട്ട് പോകും. നിയറസ്റ്റ് സർവീസ് സെന്ററിൽ കൊടുക്കും. നമുക്ക് ബാക്കി കാര്യങ്ങൾ ഈസിലി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. എന്തായാലും ശ്യാമറാവുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഡ്രൈവറിനെ കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ അറിയാനോ, അതിൽ GST പ്രൈസിന്റെ കാര്യത്തിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പഴയ വാഹനങ്ങൾ അവൈലബിൾ ആണോ എന്ന്. ആ വാഹനങ്ങൾ കുറച്ച് സ്റ്റോക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ കൺസേണിൽ ഏത് വാഹനങ്ങളാണ് നിങ്ങൾക്ക് വേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്യാമറാവുമായിട്ട് നേരിട്ട് നിങ്ങൾ സംസാരിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ബുക്കിങ്ങിനാണെങ്കിലോ സർവീസിന്റെ കാര്യത്തിലാണെങ്കിലോ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളെ കോൺടാക്ട് ചെയ്യാം. അതിപ്പം ഡ്രൈവറിന്റെ കാര്യമല്ല കേട്ടോ, റെനോൾട്ടിന്റെ ഏത് വാഹനങ്ങളാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്ന കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ. അപ്പം ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോകണം. അതിന് മുമ്പ് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ റെനോൾട്ടിന്റെ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ, അതുപോലെ നിങ്ങൾ ഡ്രൈവർ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നിങ്ങളുടെ ജെന്യൂനായുള്ള ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വാഹനം എടുക്കാൻ നിൽക്കുന്നവർക്കും അതുപോലെ നമ്മൾ വീഡിയോ കാണുന്നവർക്കും എല്ലാം ഒരു ഉപകാരമായിട്ട് മാറും. അപ്പം ബ്രോ, താങ്ക് യു സോ മച്ച്. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം.